നാട്ടിൽ നിന്ന് നമ്മളൊരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ ഒരു PhD പൊസിഷൻ സെക്യൂർ ചെയ്യുക. നമ്മൾ കംപ്ലീറ്റ്ലി എന്താ പറയുക ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റിലെത്തി നമ്മളുടെ PhD ഡിഗ്രി അതിൽ ചെയ്യുക. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ നല്ലൊരു ആപ്ലിക്കേഷൻ പ്രിപ്പയർ ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റും. എൻ്റെ പേര് നൂനു. ഞാൻ റീസെൻ്റ്ലി യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്ന് ഫുള്ളി ഫണ്ടഡ് ആയിട്ടുള്ള എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്ത് ഇപ്പോൾ ഇവിടെ ഒരു ഇൻഡസ്ട്രിയിൽ R&Dയിൽ സയൻറ്റിസ്റ്റായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഫിസിക്സ് ആയിരുന്നു എൻ്റെ ഐച്ഛിക വിഷയം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഉണ്ടാകാവുന്ന സ്ട്രഗിൾ. നമ്മളൊരു PhDക്കോ അല്ലെങ്കിൽ ഒരു റിസർച്ച് പൊസിഷനോ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ സ്ട്രഗിളുകളാണ് നമുക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത്, അതുപോലെ തന്നെ എങ്ങനെ നമുക്ക് ഒരു PhD പൊസിഷൻ കണ്ടുപിടിക്കാം, എങ്ങനെ അതിലേക്ക് ആപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് ഇൻ്റർവ്യൂ സ്റ്റേജിലേക്കൊക്കെ നമ്മൾ എത്താം. എൻ്റെ എക്സ്പീരിയൻസിലൂടെയാണ് ഞാനിത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ PhD പൊസിഷനും സ്കോളർഷിപ്പുകളൊക്കെ നോക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചാനലിലുള്ള മറ്റ് വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും. അതുപോലെ തന്നെ ഞാൻ ഇനി വീഡിയോ ചെയ്യുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് കഴിഞ്ഞ് മാസ്റ്റേഴ്സ് കഴിഞ്ഞ് ഒക്കെ ഫിസിക്സിലായിരുന്നു കഴിഞ്ഞത്. അപ്പോൾ ഫിസിക്സിലായിരുന്നു ഒരു കരിയർ പെർസ്യൂ ചെയ്യണമെന്നായിരുന്നു എൻ്റെ പ്രൈമറി ഗോൾ. അതിൻ്റെ അപ്പുറത്തോട്ടുള്ള ഗോളിനൊന്നും ഇത്ര ഒരു ഗ്രാവിറ്റിയോ അല്ലെങ്കിൽ ഇത്ര ഒരു വലുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉള്ളതൊക്കെ എന്താ പറയുക, ജനറലി നമുക്ക് എല്ലാവർക്കും ഞാൻ ഇൻ്റർസോൺ കലോത്സവത്തിലൊക്കെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സിനിമ അങ്ങനത്തെ ഡ്രീമുകൾ ഉണ്ടായിരുന്നു. എഴുത്തിനോട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതല്ലാതെ നമ്മൾ ട്യൂഷനൊക്കെ എടുത്തായിരുന്നു. പിന്നെ ഒമാനിൽ ഒരു വർഷം വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ ഇങ്ങനെ പല മേഖലകളിലൊക്കെ ആയിട്ട് നമ്മൾ നിന്നായിരുന്നു. പക്ഷേ നമ്മളുടെ പ്രൈമറി എയിം എപ്പോഴും എല്ലാത്തിൻ്റെയും ഒരു കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് നിന്നിട്ടുണ്ടായിരുന്നത് ഒരു ഫിസിസ്റ്റ് ആവായിരുന്നു, ഒരു സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ ഒരു പ്രൊഫസർ ആ ഒരു ലെക്ചറർ ആവുക എന്നുള്ളതായിരുന്നു നമ്മളുടെ ഒരാഗ്രഹം. റിസർച്ച് തന്നെയായിരുന്നു പ്രൈമറി എയിം. ഇത് നമ്മൾ മാസ്റ്റേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് ഒക്കെ ചെയ്തിരുന്ന സമയത്ത് നമുക്ക് ഡെവലപ്പായിട്ടുള്ളൊരു ഡ്രീമാണ്. അപ്പോൾ ഞാൻ എൻ്റെ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് MG യൂണിവേഴ്സിറ്റിയുടെ അനുഗ്രഹം കൊണ്ട് ഒരു സപ്ലി ഉണ്ടായിരുന്നു. അത് പക്ഷേ എനിക്ക് അങ്ങനെ സപ്ലി കിട്ടേണ്ട ഒരു സബ്ജക്റ്റ് ആയിരുന്നില്ല. എന്നിട്ട് ഈ സപ്ലിക്ക് വേണ്ടി ഇതിൻ്റെ റിവാലുവേഷന് കൊടുത്തു. പിന്നെ അതിൻ്റെ ഒരു പ്രാവശ്യം മറ്റേ ടെസ്റ്റ് രണ്ടാമത് എഴുതി, സപ്ലി എഴുതി. എന്നിട്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും റിസൾട്ടൊക്കെ വന്നത് 2 വർഷം കഴിഞ്ഞിട്ട് ഒരുമിച്ചാണ് വന്നത്. അതായത് ഞാൻ റിവാലുവേഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഏകദേശം 1.5-2 വർഷം കഴിഞ്ഞിട്ടാണ് റിവാലുവേഷൻ്റെ റിസൾട്ട് MG യൂണിവേഴ്സിറ്റി എനിക്ക് അയച്ചു തന്നത്. അപ്പോൾ ആലോചിക്കണം എത്ര സമയം അവരെടുത്തു. അതിൻ്റെ ഒപ്പം തന്നെയാണ് ഞാൻ എൻ്റെ രണ്ടാമത്തെ സപ്ലൈ എഴുതിയതിൻ്റെ റിസൾട്ട് വന്നത്. എന്നിട്ട് അവർ പറഞ്ഞേക്കാണ് റിവാലുവേഷൻ കൊടുത്തത് പാസ്സായിട്ടുണ്ട് എന്നുള്ള മെമോ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു നമ്മളുടെ മാസ്റ്റേഴ്സ് കഴിയുന്നവരെയുള്ള കഥ. സ്ട്രഗിളാണ് നാട്ടിലുള്ള യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക എന്നുള്ളത്. അവിടെ എന്താ പറയുക, ഒട്ടും എഫിഷ്യൻ്റ് അല്ലാത്ത സ്റ്റാഫുകളും ഒട്ടും സിസ്റ്റമാറ്റിക് അല്ലാത്തുള്ള മെത്തേഡുകളും ഒക്കെയാണ് നടന്നുകൊണ്ട് പോകുന്നത്. അതുകൊണ്ട് സമാധാനമായിട്ട് മാസ്റ്റേഴ്സൊക്കെ ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഡീംഡ് യൂണിവേഴ്സിറ്റികൾ, ഇപ്പോൾ IITകളോ NITകളോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളൊക്കെ പോലത്തെ നമുക്ക് നേരിട്ട് ആക്സസ് ഉള്ള ഏതെങ്കിലും സ്ഥലത്തു നിന്നൊക്കെ മാസ്റ്റേഴ്സ് അണ്ടർ ഗ്രാജുവേറ്റ് ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. വീടിൻ്റെ അടുത്തുള്ള കോളേജ് നോക്കി പോയി പഠിച്ചിട്ട് പ്രത്യേകിച്ച് എന്താ പറയുക, നമ്മളുടെ ജീവിതത്തിൽ 1 വർഷമോ 2 വർഷമൊക്കെ അവർ ഇങ്ങനെ വെറുതെ തിന്നും എന്നുള്ളതല്ലാതെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ അങ്ങനെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ അത് കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല. കാരണം ഞാൻ അങ്ങനെ പഠിച്ചു വന്നിട്ടാണ് എന്താ പറയുക ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വരെ നമ്മൾ ഒരു PhD റിസർച്ചൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എൻ്റെ PhD ഞാൻ ചെയ്തത് യൂണിവേഴ്സിറ്റി ഓഫ് ലണ്ടനിൽ നിന്നാണ് എൻ്റെ സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്തത്, PhD രജിസ്റ്റർ ചെയ്തത്. ഞാൻ വർക്ക് ചെയ്തത് യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടൻ, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി, അതുപോലെ തന്നെ ക്വീൻ മേരി യൂണിവേഴ്സിറ്റി, പിന്നെ ഇവിടുത്തെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രി. അങ്ങനെ 5 പേരുടെ കൊളാബറേറ്റഡ് ആയിട്ടുള്ള ഫണ്ടിങ്ങും 5 പേരുടെ കൊളാബറേറ്റഡ് ആയിട്ടുള്ള ലാബ് ഫെസിലിറ്റിയൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എൻ്റെ PhD കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു PhD റിസർച്ചിലേക്ക് കിടക്കണം എന്നാലോചിച്ചപ്പോൾ എങ്ങനെയാണ് ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഒമാനിൽ തന്നെ 1 വർഷത്തെ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നേരെ NIT കാലിക്കറ്റിൽ ഒരു 10 ദിവസത്തെ ഒരു വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. ഒരു സയൻറ്റിഫിക് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് കോൺടാക്റ്റുകൾ കിട്ടി. ആ കോൺടാക്റ്റുകൾ നമുക്ക് നല്ലോണം ഉപകാരം ചെയ്തു. ആ കോൺടാക്റ്റുകൾ എങ്ങനെയാണ് ഉപകാരം ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോയമ്പത്തൂരുള്ള PSC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസിൽ എനിക്കൊരു റിസർച്ച് അസിസ്റ്റൻറ്റ് പൊസിഷനിലേക്ക് എത്തിപ്പെടാൻ ആ കോൺഫറൻസ് വഴി, ആ ഒരു വർക്ക്ഷോപ്പ് വഴിയാണ് എനിക്ക് സാധ്യമായത്.
എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പരിചയപ്പെട്ട ഒരു ചേട്ടന്, ഒരു അണ്ണൻ, ഒരു തമിഴ്നാട്ടിലുള്ള ഒരു അണ്ണൻ എനിക്ക് അവിടുത്തെ കോൺടാക്ട് തന്നു. അപ്പോൾ അവിടുത്തെ ഒരു പ്രൊഫസറെ ഞാൻ കോൺടാക്ട് ചെയ്തു. എൻ്റെ ആ പ്രൊഫസറിനോട് ചോദിച്ചു ഇങ്ങനെ എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന്. അപ്പോൾ എന്നെ ഇൻ്റർവ്യൂ ചെയ്തു. അവിടെ ഒരു ഓപ്പൺ പൊസിഷൻ ഉണ്ടായിരുന്നു. പക്ഷേ നാട്ടിൽ എന്താ പറയുക, ഈ റിസർച്ച് അസിസ്റ്റൻറ്റ് പൊസിഷനുകളുടെയൊക്കെ പ്രശ്നം ശമ്പളം വളരെ കുറവായിരിക്കും. 10,000 രൂപയായിരുന്നു അന്ന് ശമ്പളം പറഞ്ഞിരുന്നത്. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 14,000 രൂപയ്ക്ക് തന്നു. അതുകൊണ്ട് ജീവിക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 14,000 രൂപ കൊണ്ട് ജീവിക്കാം എന്നുള്ളത് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പോൾ 1.5 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. ആ 1.5 വർഷത്തിൽ എനിക്കുണ്ടായിരുന്ന ഏറ്റവും പോസിറ്റീവായിട്ട് എൻ്റെ പ്രൊഫൈലിന് കിട്ടിയത് 2 ഹൈ ഇമ്പാക്ട് ഫാക്ടർ ജേർണലിൽ ഞാൻ പേപ്പർ പബ്ലിഷ് ചെയ്തു. അത് ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളുടെ ഒരു റിസർച്ച് കരിയർ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി മാസ്റ്റേഴ്സ് കഴിയുന്ന സമയത്തോ നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു പേപ്പർ പബ്ലിഷ് ചെയ്യാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒരു പ്രൊജക്റ്റിൽ ഇൻവോൾവ് ആവുക, ഏതെങ്കിലും ഒരു പേപ്പറിൽ ക്ലിയർ ആയിട്ട് നമ്മുടെ പേര് വരിക. അത് ഫസ്റ്റ് ഓതർ ആയിക്കൊള്ളുന്നില്ല, അത് കുറച്ച് എന്താ പറയുക ഹൈലി കോമ്പറ്റേറ്റീവ് ആയിരിക്കും ചിലപ്പോൾ ഫസ്റ്റ് ഓതറിലേക്ക് എത്താൻ. പക്ഷെ നിങ്ങളുടെ മാസ്റ്റേഴ്സ് പ്രൊജക്റ്റ് പേപ്പറാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈലിന് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. ഈ പറയുന്നത് കൊണ്ട് പേപ്പർ ഇല്ലാത്തവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്നുള്ള അർത്ഥമില്ല. പേപ്പർ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഇതിലൊക്കെ സെക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷേ വൺസ് നമുക്കൊരു പേപ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യം, അതായത് നമ്മളൊരു PhD പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പറയുന്നതിന് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും. അവർ നോക്കുമ്പോൾ ഓക്കെ പബ്ലിഷ്ഡ് പേപ്പർ ഉണ്ട്, അപ്പോൾ അതിനൊരു വെയിറ്റേജ് ഉണ്ട്, നമുക്ക് അത് ഭയങ്കര ഉപകാരം ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ പേപ്പർ പബ്ലിഷായി. അത് കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂർ CSIR നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിയിൽ ഒരു സീനിയർ റിസർച്ച് ഫെല്ലോ ആയിട്ട് എനിക്ക് ജോലി കിട്ടി. അവിടെയും PhD രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു നമ്മളുടെ വിചാരം. പക്ഷേ അതിന് കുറേ കാര്യങ്ങളുണ്ട്. ആ സമയത്ത് തന്നെ ഞാൻ പുറത്തോട്ട് നല്ല രീതിയിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ടായിരുന്നു. പുറത്തോട്ട് ഇൻ ദ സെൻസ് UK, യൂറോപ്പ്, ഓസ്ട്രേലിയ, US ഈ 4 രാജ്യങ്ങളിലായിരുന്നു നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് ആപ്ലിക്കേഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ നിവർത്തികേടൊക്കെ എത്തിയ സമയത്ത് ഇസ്രായേലിലേക്കും അങ്ങനെയുള്ള സൗത്ത് കൊറിയയിലേക്കൊക്കെ നമ്മൾ കൊടുത്തായിരുന്നു. എനിവേ, അപ്പോൾ ഈ ബാംഗ്ലൂർ നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിയിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഏകദേശം 1.5 വർഷം തന്നെയാണ് ഞാൻ അവിടെയും വർക്ക് ചെയ്തത്. ആ 1.5 വർഷം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എൻ്റെ ജോലി 9 to 5 എന്നുള്ളൊരു സമയത്താണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള സമയത്തിൽ കൂടുതൽ ഞാൻ സ്പെൻഡ് ചെയ്തിരുന്നത് റിസർച്ച് പൊസിഷനിൽ അപ്ലൈ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. ഏറ്റവും ആദ്യം ഞാൻ എൻ്റെ ചെയ്തിരുന്ന റിസർച്ച് മേഖലയിൽ മാത്രമായിരുന്നു അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത്. അതിന് ശേഷം ഞാനത് കുറച്ചും കൂടി വൈഡൻ ചെയ്തു. ഞാൻ എന്താ പറയുക, ഇപ്പോൾ ഫിസിക്സ് എന്നുള്ളൊരു അംബർല ടേമിൻ്റെ ഉള്ളിൽ വരുന്ന അപ്പോൾ നമ്പർ ഓഫ് അപ്ലിക്കേഷൻസ് ഞാൻ കൂട്ടി. അതാണ് ഉദ്ദേശിക്കുന്ന പോയിന്റ്. നമ്മൾ ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഏരിയയിൽ എനിക്ക് റിസർച്ച് ചെയ്യണം എന്ന് ഡ്രീമായിട്ട് വരുന്നവരെക്കാളും കൂടുതൽ എണ്ണം മിക്കവാറും ഈ വീഡിയോ കാണുന്നതിൽ കൂടുതൽ ആൾക്കാരും എനിക്കൊരു റിസർച്ച് പൊസിഷനിൽ എത്തണം എന്നുള്ളത് ആഗ്രഹമായിട്ട് വരുന്നവരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമ്മൾ എത്രത്തോളം അപ്ലൈ ചെയ്യാൻ പറ്റും, നമ്മൾ എലിജിബിൾ ആണോ എന്ന് നോക്കാം. ഇതിൻ്റെ എലിജിബിലിറ്റി മീറ്റ് ചെയ്യുക എന്നുള്ളത് കുറച്ചും കൂടെ എളുപ്പമാണ്. PhD പൊസിഷനിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എലിജിബിലിറ്റി മീറ്റ് ചെയ്യുക എന്നുള്ളത്, അതായത് റിക്വയർഡ് എസെൻഷ്യൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല ഈസി ആയിട്ടുള്ള കാര്യമായിരിക്കും. അത് പക്ഷേ നമ്മൾ എങ്ങനെ നമ്മളുടെ CV-യിലും എങ്ങനെ നമ്മളുടെ കവർ ലെറ്ററിലും അത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ചിരിക്കും നമ്മൾക്കത് ഇൻ്റർവ്യൂവിൽ എത്തുക അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് എത്തുക എന്നുള്ള കാര്യത്തിലേക്ക് എത്തുന്നത്. എനിവേ, ബാംഗ്ലൂരിൽ ഇപ്പോൾ നമ്മളുടെ 1.5 വർഷത്തെ പ്രൊജക്റ്റ് കഴിഞ്ഞ സമയത്ത് കോവിഡ് ആയിരുന്നു. ആ സമയത്തിനുള്ളിൽ ഞാൻ ഏകദേശം പറഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷേ ഞാൻ വേണമെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ കാണിക്കാം. ഏകദേശം ഒരു 2,000-2,500 അപ്ലിക്കേഷനുകളോളം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്ലിക്കേഷൻ ഇൻ ദ സെൻസ് പ്രോപ്പറായിട്ടുള്ളൊരു സ്റ്റാർട്ട് ചെയ്ത സമയത്ത് പ്രോപ്പറായിട്ടുള്ള അപ്ലിക്കേഷൻ ആയിരുന്നില്ല. നമ്മളിങ്ങനെ വേഗമായിട്ട് ചിന്തിച്ചിട്ടുള്ള അപ്ലിക്കേഷനുകളൊക്കെ ആയിരുന്നു. ഡയറക്റ്റ് ഏതെങ്കിലും പ്രൊഫസർമാരെ കോൺടാക്ട് ചെയ്തിട്ട് അവരെ ഇമെയിലൊക്കെ എഴുതിയിട്ട് അവർ കോൺടാക്ട് ചെയ്യുക, അവർക്ക് ജസ്റ്റ് CV അയച്ചു കൊടുക്കുക, എന്നിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം എന്ന് പറയുക. അതൊരു നല്ല മെത്തേഡല്ല ആക്ച്വലി. അത് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാനത് കുറച്ചും കൂടെ മനസ്സിലാക്കിയത്. ചില കേസുകളിൽ നമ്മളെന്താ പറയുക, ലക്കിയാണെങ്കിൽ നമ്മളതൊക്കെ വർക്കൗട്ട് ആവാറുണ്ട് ചിലവരുടെ കാര്യത്തിൽ. അതുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് ഞാൻ തള്ളിക്കളയുന്നില്ല. പക്ഷേ ഞാൻ ഈ 2,000-2,500 ആപ്ലിക്കേഷനുകൾ അയച്ചതിൽ അങ്ങനെ അയച്ചിട്ടുള്ളതൊക്കെ വേസ്റ്റ് ആയിരുന്നു. എല്ലാവരും നമുക്ക് നെഗറ്റീവ് റെസ്പോൺസാണ് തരാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഫണ്ടിങ് ഇല്ല, പൊസിഷനുകളില്ല. അപ്പോൾ പുറത്ത് PhD ചെയ്യുക എന്നുള്ളതിൽ
ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്ക് ഫണ്ടിങ് കിട്ടുന്നുണ്ടോ, അതായത് നമുക്ക് ജീവിക്കാനുള്ള സ്റ്റൈപ്പൻറ്റും നമ്മുടെ യൂണിവേഴ്സിറ്റി ഫീസും കവർ ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയർ ആദ്യത്തെ 2 വർഷം ഞാൻ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫണ്ട് കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ അവിടെ പഠിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു വർഷത്തെ ഫീസ് ഏകദേശം 45,000 പൗണ്ടാണ്, അതായത് 45 ലക്ഷം. അപ്പോൾ 2 വർഷം ഞാനവിടെ പഠിക്കണമെങ്കിൽ 90 ലക്ഷം രൂപ ഫീസ് ഇനത്തിലേക്ക് മാത്രം. അതുപോലെ തന്നെ എൻ്റെ ജീവിത ചെലവിന് ഏകദേശം ഒരു 20 ലക്ഷം രൂപയോളം ഒരു വർഷത്തോളം നമുക്ക് ചിലവ് വരും UK ഓക്സ്ഫോർഡിലൊക്കെ ജീവിക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം 2 വർഷം ഞാൻ ഓക്സ്ഫോർഡിൽ നിൽക്കണമെങ്കിൽ എനിക്ക് 1.25 കോടി രൂപയോളം ചിലവുണ്ട്. അപ്പോൾ അതെനിക്ക് തന്നത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഫണ്ടിങ്ങും അതുപോലെ തന്നെ UK ഗവൺമെൻറ്റുമാണ്. അങ്ങനെ ഫണ്ടിങ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട കാര്യം. അതല്ലാത്തവരും എനിക്കറിയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ഫണ്ട് ചെയ്ത് പഠിക്കുന്നവർ. എൻ്റെ ഗ്രൂപ്പിൽ തന്നെ ചൈനയിൽ നിന്നുള്ളൊരു സ്റ്റുഡൻറ്റ് സെൽഫ് ഫണ്ട് ചെയ്തിട്ടാണ് 4 വർഷത്തെ കോഴ്സ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളുടെ ഒരു കൊളീഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് നമ്മുടെ നാട്ടിലും ചിലപ്പോൾ അത്രയ്ക്ക് പറ്റുന്നവരുണ്ടാവാം. അതാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലോ പൈസ ഉണ്ടെങ്കിൽ നേരെ വരാം, ഒരു 2 കോടി രൂപ മാറ്റി വയ്ക്കുക, സുഖമായിട്ട് PhD ചെയ്യുക, പോവുക. അത് എളുപ്പമാണ്, അത് കിട്ടാനും എളുപ്പമാണ്. നമ്മൾ സെൽഫ് ഫണ്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രൊഫസർമാർക്കൊക്കെ സന്തോഷമാവും. നമ്മൾ കുറച്ചും കൂടെ നല്ല പ്രൊഫൈലുള്ള ഒരാളാണ്, സെൽഫ് ഫണ്ട് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഓക്കെയാണ്. അപ്പോൾ അങ്ങനത്തെയുള്ള കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്ന ഏജൻസികളുണ്ട്. ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ നമുക്ക് ഏജൻസി ഇൻ ദ സെൻസ് ഒരു ട്രഡീഷണൽ സെൻസിലല്ല ഏജൻസി എന്ന് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത്. ട്രഡീഷണൽ സെൻസിൽ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് കൊണ്ട് പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിലേക്ക് അവർ അഡ്മിഷൻ എടുത്ത് തരും. പക്ഷേ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ഉള്ള അഡ്മിഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത് തന്നെ വേറെയാണ്. അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. എനിവേസ്, അപ്പോൾ ഫീസിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞു തന്നെ. ഫണ്ടിങ് ഉള്ളത് നമ്മൾ അപ്ലൈ ചെയ്യുക, ഫണ്ടിങ് ഉള്ളത് സെക്യൂർ ചെയ്യാൻ നോക്കുക. ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക 3.5 വർഷത്തെ ഫണ്ടിങ് അല്ലെങ്കിൽ 3 വർഷത്തെ ഫണ്ടിങ് കിട്ടും. അതുപോലെ തന്നെ നമ്മളുടെ ഫീസും എല്ലാം കവർ ചെയ്യും. പിന്നെ എക്സ്ട്രാ നമുക്ക് ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാനും സാധ്യതയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരുന്ന കുറച്ച് വെബ്സൈറ്റുകളുണ്ട്. ഇപ്പോൾ UK നിങ്ങൾ PhD പൊസിഷൻസ് നോക്കണമെന്നുണ്ടെങ്കിൽ jobs.ac.uk എന്ന് പറയുന്നൊരു വെബ്സൈറ്റും, വേൾഡിലെ എല്ലാ PhD പൊസിഷനുകളും പ്രോപ്പറായിട്ട് അഡ്വർടൈസ് ചെയ്യുന്ന നല്ലൊരു വെബ്സൈറ്റാണ് findaphd.com. അതുപോലെ ഇനി യൂറോപ്പിലോട്ട് നോക്കാമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗവൺമെൻറ് തന്നെ ഫണ്ട് ചെയ്തിട്ടുള്ള വളരെ ജെന്യുവനായിട്ടുള്ള ഗവൺമെൻറ്റിനേക്കാളും കുറച്ചും കൂടെ റിസർച്ച് ബോഡീസ്, ഗവൺമെൻറ് സപ്പോർട്ടഡ് റിസർച്ച് ബോഡീസ് ഫണ്ട് ചെയ്തിട്ടുള്ളൊരു വെബ്സൈറ്റാണ് euraccess.com എന്ന് പറയുന്നതും. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടെ തേർഡ് പാർട്ടി വെബ്സൈറ്റുകളുണ്ട്. ഇപ്പം UKയുടെ തന്നെ നോക്കി കഴിഞ്ഞാൽ ഗ്ലാസ്ഡോർ ജോബ്സിലൊക്കെ ഇത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ ഇൻഡീഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അതിലൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. എനിവേ, വെബ്സൈറ്റുകളുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ കൊടുക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആ വെബ്സൈറ്റുകളിലൊക്കെ നിങ്ങൾ ചെല്ലുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖല ഏതാണോ അതിൽ നിന്നുള്ള കീവേഡുകൾ കണ്ടുപിടിക്കുക. ആ കീവേഡുകൾ വെച്ചിട്ട് നമ്മൾ PhD പൊസിഷനുകളോ സെർച്ച് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അതിൽ വരിക PhD പൊസിഷനുകളും റിസർച്ച് അസിസ്റ്റൻറ്റ് പൊസിഷൻ, അതായത് ഇവിടെ പോസ്റ്റ് ഡോക്കിന് റിസർച്ച് അസിസ്റ്റൻ്റ് എന്നാണ് പറയുന്നത്, പോസ്റ്റ് ഡോക്ക് പൊസിഷനുകളൊക്കെ ആയിരിക്കും വരിക. സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അതിൽ നിന്നൊരു ഫയൽ ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും, നമ്മളുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ. ഇപ്പോൾ PhD ആണെങ്കിൽ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനായിട്ട് തന്നെയാണ് അത് അഡ്വർടൈസ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അപ്പോൾ ഈ PhD പൊസിഷണൽ അഡ്വർടൈസുകൾ കാണുമ്പോൾ നമ്മൾ വായിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് ഫണ്ടഡ് ഫോർ ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആണോ എന്നുള്ളത് മെയിനായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എലിജിബിലിറ്റി ക്രൈറ്റീരിയയുടെ ഈ ജോബ് ഡിസ്ക്രിപ്ഷൻ്റെ ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ ഒരു ഏകദേശം ഒരു 10-12 എസെൻഷ്യൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ നമ്മൾ പൂർണ്ണമായിട്ടും സ്യൂട്ട് ആവണം എന്നുള്ളത് ഒന്നുമില്ല. പക്ഷേ ആ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയ എങ്ങനെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, PhD പൊസിഷനിലൊക്കെ മെയിനായിട്ട് അതാണ്. ഇനിയിപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, പക്ഷേ അല്ലാതെയും പറ്റും. നമ്മളിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഒരു പൈത്തൺ ചോദിക്കുന്നുണ്ടാവും. ഒരു എല്ലാ പോസ്റ്റുകളും ഈ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അങ്ങനത്തെ കാര്യങ്ങൾ, കമ്പ്യൂട്ടർ നോളജ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഇത് ഒരു ഇതിലെടുത്ത് കഴിഞ്ഞാലും. അപ്പോൾ പ്രോഗ്രാമിങ്ങൊക്കെ ഇപ്പോൾ
ഞാനൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ അല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രോഗ്രാമിംഗ് പഠിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ സെൽഫായിട്ട് പ്രോഗ്രാമിംഗ് പഠിച്ച് അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്ത് ജോലിക്ക് നമ്മൾ ഇനി മുന്നോട്ട് പോകുകയാണെങ്കിലും, ലൈക്ക് റിസർച്ച് ഫീൽഡിൽ പ്രത്യേകിച്ച് പ്രോഗ്രാമിംഗ് അറിയില്ല, കമ്പ്യൂട്ടർ നോളേജ് ബിലോ ആവറേജ് ആണ് എന്നുള്ളൊരു സ്റ്റേറ്റിലാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതിൽ തന്നെ അർത്ഥമൊന്നുമില്ല. നമ്മൾ കമ്പ്യൂട്ടർ നോളേജ് സ്വയം ഇമ്പ്രൂവ് ചെയ്യുക, പൈത്തൺ നല്ലോണം പഠിക്കാൻ പറ്റുകയാണെങ്കിൽ പഠിക്കുക, അതുപോലെ തന്നെ മാറ്റ് ലാബ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് പഠിച്ചാൽ മതി. അതായത് ഈ പ്രോഗ്രാം ഒരു ചെറിയൊരു കോഡ് എഴുതി എനിക്കത് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു സ്റ്റേജിലേക്ക് നമ്മൾ എഴുതാൻ മതി. അല്ലാതെ സ്വന്തമായിട്ട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെന്നോ അതൊന്നുമില്ല. ഇതിൻ്റെ ബേസിക് എനിക്കറിയാം, ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ എനിക്കറിയാം എന്നുള്ളത് മാത്രമാണ് ഇതിൽ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നല്ലോണം ഇമ്പ്രൂവ് ചെയ്യുക. എനിക്കൊന്നും ഇല്ലാതിരുന്നതും ഈ കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും സമയം എടുത്തതെന്ന് എനിക്കിപ്പോൾ നല്ല ബോധ്യമുണ്ട്. ഇതൊക്കെ പണ്ടേ എനിക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യമാണ്. എൻ്റെ ഒരു കമ്പ്യൂട്ടർ ഉണ്ടായിരുന്നു, എനിക്ക് ഇൻ്റർനെറ്റിൻ്റെ ആക്സസ് ഉണ്ടായിരുന്നു, എന്നിട്ട് ഞാൻ പ്രോഗ്രാമിംഗ് പഠിച്ചില്ല എന്നുള്ളത് എൻ്റെ കുറച്ച് വിവരക്കേട് എന്ന് തന്നെ പറയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് പ്രോഗ്രാമിംഗ് നോളജ് നമ്മൾ നല്ലോണം കൂട്ടുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് ഒരു PhD ആപ്ലിക്കേഷൻ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കേണ്ടത്. ഇനി നമ്മളുടെ ആപ്ലിക്കേഷന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നല്ലൊരു CV ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഈ CV നിങ്ങൾ ഏത് പൊസിഷനാണോ അപ്ലൈ ചെയ്യുന്നത് ആ പൊസിഷനിലേക്ക് എന്താ പറയുക അലൈൻ ചെയ്തുകൊണ്ടിട്ടുള്ളൊരു CV ആയിരിക്കണം. അതായത് അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള CV ആയിരിക്കണം നമ്മൾ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ എന്താ പറയുക 5 കൊല്ലം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൊരു CV എല്ലാ ജോബ് ഓപ്പണിങ്ങിലേക്കും അല്ലെങ്കിൽ എല്ലാ PhD ആപ്ലിക്കേഷനിലേക്കും സബ്മിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സെലക്ട് ആവാനുള്ള സാധ്യത ഭയങ്കരമായിട്ടും കുറയും. അതുപോലെ തന്നെ നല്ലൊരു കവർ ലെറ്റർ ഉണ്ടാക്കുക. ഇന്നിപ്പോൾ ഈ ChatGPTയും നമ്മളുടെ AI ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ നല്ലൊരു കവർ ലെറ്റർ ഫോർമുലേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നമ്മളുടെ മനസ്സിൽ നല്ലൊരു ഐഡിയ വേണം, എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെങ്കിൽ ലാംഗ്വേജ് നമുക്കൊരു പ്രശ്നമല്ല, അതുപോലെ തന്നെ പ്രോഗ്രാമിങ്ങൾ നമുക്കൊരു വിഷയമല്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്കൊരു ആപ്ലിക്കേഷൻ ഫോർമുലേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി ഈ ആപ്ലിക്കേഷൻ പ്രൊസീജിയറുകളുടെ വെബ്സൈറ്റുകളിൽ കയറിയിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് വിത്ത് എക്സാമ്പിൾ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഒരു സീരീസ് ആയിട്ട് തന്നെ നിങ്ങൾ കാണുക. ഈ വീഡിയോ എല്ലാ സീരീസിലും എല്ലാ വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്ലീസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ PhDയോ സ്കോളർഷിപ്പുകളോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ ചാനൽ അവർക്ക് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.